പക്ഷേ മാഷിൻ്റേതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മാഷിൻ്റെ പേര് സെർച്ച് ചെയ്താൽ ഉടനെ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് ചൂണ്ടുവിരൽ എന്ന് പറയുന്ന ഒരു ബ്ലോഗാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു 18 വർഷത്തിൻ്റെ നീണ്ട ഹിസ്റ്ററി ഒരു ബ്ലോഗിനുണ്ട്. മാഷ ബ്ലോഗ് തുടങ്ങുന്ന സമയത്ത് ബ്ലോഗെന്നോ ഒരുപക്ഷെ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് പോലുമോ കേരളത്തിലെ അധ്യാപകരെ ആലോചിച്ച് തുടങ്ങിയിട്ടില്ലാത്ത അത്ര വിദൂരമായൊരു സാഹചര്യത്തിൽ നിന്നാണ് മാഷ് അത് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ആശയത്തിന് ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കാൻ തോന്നിയതിൻ്റെ പിന്നിലെ കാരണം, അത് ആർക്ക് വേണ്ടി ചെയ്തു, അതിൻ്റെ റിസൾട്ട് എന്തെന്ന് മാഷ് ഇപ്പോൾ കരുതുന്നു? ഈ 2007 ആകുമ്പോഴത്തേക്ക് കേരളത്തിലുള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ പാഠ്യപദ്ധതിയുടെ 2ാം ഘട്ട പരിഷ്കരണം നടത്തി. ഈ 2ാം ഘട്ട പരിഷ്കാരം നടത്തിയപ്പോഴും ഈ പുതിയ രീതിയിൽ കുട്ടികൾ പഠിച്ചാൽ അവർക്ക് നിലവാരം ഉണ്ടാവില്ല എന്നുള്ള വാദഗതികൾ സമൂഹത്തിൽ ശക്തമായിരിക്കുകയാണ്. അപ്പോൾ ഈ വാദഗതികളെ പ്രതിരോധിക്കണമെങ്കിൽ തെളിവ് വേണം. ആ തെളിവ് വേണമെങ്കിൽ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന തെളിവ് ആണ് പറയേണ്ടത്, സൈദ്ധാന്തികമായി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് സഹായകമായി തെളിവ് നൽകുന്നതോടൊപ്പം തന്നെ കുറേയേറെ അധ്യാപകർക്ക് വ്യക്തതയില്ലാത്തതുകൊണ്ടാണ് കാര്യങ്ങൾ നടന്നത്. അപ്പോൾ അവർക്ക് വിജയാനുഭവങ്ങൾ പങ്കുവെക്കണം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ചൂണ്ടുവിരൽ എന്ന ബ്ലോഗ് ആരംഭിച്ചത് 2010-ലാണ്. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി നടത്തുക എന്നുള്ളതിൻ്റെ തെളിവ് അതിൻ്റെ അകത്ത് കിട്ടും. അതോടൊപ്പം തന്നെ കേരളത്തിലെ പഠന രീതിയെ പറ്റിയിട്ടുള്ള കൃത്യമായ ചിത്രം കിട്ടും. അതിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റം കിട്ടും. ഈ ഒരർത്ഥത്തിലാണ് ഈ ചൂണ്ടുവിരൽ ബ്ലോഗ് ആരംഭിക്കുന്നത്. അതിനൊരു പ്രതിരോധ സ്വഭാവമാണ് തുടക്കത്തിൽ നൽകിയിരുന്നത്. അതിൻ്റെ ആന്തരികമായി പൊതുവിദ്യാഭ്യാസത്തെ കാര്യക്ഷമമാക്കുന്നതിനുള്ള തെളിവുകൾ, ആശയങ്ങൾ നൽകുക എന്നുള്ളതാണ് ബ്ലോഗിലേക്ക് എത്തി. അങ്ങനെ ബ്ലോഗ് എന്ന സംവിധാനം ഉപയോഗിക്കുന്നതിന് കാര്യം ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കാസ്കേഡ് മോഡലാണ്. അതായത് സംസ്ഥാന തലത്തിൽ ഒരു ഗ്രൂപ്പ്, അതിനുശേഷം വേറെ ഗ്രൂപ്പിനെ പരിശീലിപ്പിച്ച് താഴേക്ക് എത്തുമ്പോൾ ഒത്തിരി ചോർച്ച സംഭവിക്കും. അത് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുന്നതിന് വരെ കാത്തിരിക്കണം അടുത്ത ക്ലസ്റ്റർ പരിശീലനം. ഇതിനിടയ്ക്ക് അധ്യാപകർ നേരിടുന്ന ഒത്തിരി പ്രശ്നമുണ്ടാകും. അപ്പോൾ ഈ ലൈവായിട്ടാണെങ്കിൽ ഏത് അധ്യാപകനും തനിക്ക് ആവശ്യമുള്ള സമയത്ത് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്രോതസ് ഇല്ലാത്തൊരു അവസ്ഥയാണ്. അതുകൂടെ പരിഗണിച്ചിട്ടാണ് ഈ ബ്ലോഗ് സത്യത്തിൽ ആരംഭിക്കുന്ന മറ്റൊരു പശ്ചാത്തലം. അപ്പം മാഷെ ബ്ലോഗ് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ അതിൻ്റെ വ്യൂവേഴ്സ് ആരാണ്? ഇപ്പം നമ്മൾ മനഃപൂർവ്വമായിട്ട് മറ്റധ്യാപകരിലേക്ക് എത്തിക്കുകയാണോ ചെയ്തത്? അത് ആ കാണുന്നുണ്ടെന്ന് നമുക്കൊരു ഉറപ്പ് വേണമല്ലോ. അതുപോലെ ബാക്കിയുള്ളവർക്ക് അതുമൂലം ബ്ലോഗ് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്, ഈ വളരെ റീസെൻ്റ് ആയിട്ടുള്ള സമയത്താണ് അധ്യാപക പരിശീലനത്തിലടക്കം ഓൺലൈൻ പരിശീലനമൊക്കെ നൽകി വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും അത് ഉപയോഗിച്ച് എങ്ങനെ പഠിപ്പിക്കാം എന്നൊക്കെ. അപ്പോൾ അന്ന് അതെങ്ങനെ അധ്യാപകർ ഉപയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ച് മാഷിൻ്റെ ഒരു വിലയിരുത്തൽ എന്താ? ബ്ലോഗിലെ പോസ്റ്റുകൾ ആരംഭിച്ച് ഞാനന്ന് സർവശിക്ഷാ അഭിയാനി വർക്ക് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ ബ്ലോഗിലിട്ടിട്ടുണ്ട്, അത് ബ്ലോഗ് പരിശോധിക്കാമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടറിഞ്ഞ് ആൾക്കാരിങ്ങനെ ആവശ്യക്കാർ ക്രമേണ കൂടി വരികയാണ്. അങ്ങനെ ചെയ്യുന്നതിൽ കൂടിയാണ് ഇതിൻ്റെ കാഴ്ചക്കാരുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇത് കാണുമോ കേൾക്കുമോ എന്നുള്ളതല്ല. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ ദിവസവും 10-100 പേരും സന്ദർശിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അത് നമുക്ക് അല്ലാതെ അന്നത്തെ നവമാധ്യമങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് വേറെ രീതിയിൽ അറിയിക്കാൻ കഴിയത്തില്ല. ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് ഫേസ്ബുക്കിലേക്ക് ലിങ്ക് കൊടുക്കാനൊന്നും അന്ന് ഫേസ്ബുക്ക് സജീവമാണ്. അപ്പോൾ അവർ അറിഞ്ഞ് കേട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ അറിഞ്ഞ് കേട്ട് വരിക എന്നുള്ളത് പറ്റത്തുള്ളൂ. അത് മൊബൈൽ ഫോണിൽ വന്ന് ഈ നെറ്റ് സംവിധാനം ഇല്ല. അതുകൊണ്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന അധ്യാപകർ ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ കാഴ്ചക്കാർ കൂടി വരികയും ചർച്ച വരികയും ക്രമേണ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ചർച്ച കേരളത്തിൽ പലർക്കും ഇങ്ങനൊരു ബ്ലോഗ് ഉണ്ടെന്ന് നോക്കിയാൽ മതി എന്നുള്ള സംഭവം. ക്ലസ്റ്റർ ട്രെയിനിങ് ഒക്കെ വരുമ്പോൾ ആൾക്കാർ ഇത് റെഫർ ചെയ്ത് വർത്തമാനം പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിൻ്റെ ആവശ്യക്കാരെ ഉണ്ടായത്. പിന്നെ ഏതെങ്കിലും ഒരു സ്കൂളിനെ പറ്റി ഇട്ട് കഴിഞ്ഞാൽ ആ സ്കൂളുകാർ ഞങ്ങളുടെ സ്കൂളിനെ പറ്റി ഇങ്ങനെയൊരു നല്ല വാർത്ത വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ അവരുടെ പരിചയക്കാരിലേക്ക് എത്തിക്കും. അങ്ങനെ ഇത് വർക്ക് ചെയ്യും. അങ്ങനെ